കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, കേരളത്തിൽ 2 ടേമിലെ പിണറായി ഭരണം അവസാനിക്കാൻ പോവുകയാണെന്ന്. തൊട്ടു പിന്നാലെ UDF സർക്കാർ അധികാരത്തിലെത്തുമെന്നും നമ്മൾ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. ആദ്യത്തെ 2.5 വർഷം രമേശ് ചെന്നിത്തലയും അടുത്ത 2.5 വർഷം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിരിക്കും മുഖ്യമന്ത്രിമാർ എന്നും വളരെ ഏതാണ്ടൊക്കെ ധാരണയായിട്ടുണ്ട് UDFിനുള്ളിൽ, കോൺഗ്രസിനുള്ളിൽ. ഇനി അടുത്തതറിയേണ്ടത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആരാകുമെന്നാണ്. ഇപ്പോഴത്തെ കാവൽ മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു പ്രതിപക്ഷ നേതാവാകാൻ തന്നെ കിട്ടില്ലെന്ന്. കാരണം അതൊരു ഏകാംഗ പവറാണ്, ഒരൊറ്റ ക്യാബിനറ്റ് പോസ്റ്റാണ് പ്രതിപക്ഷത്തിന് ലഭിക്കുക. പ്രതിപക്ഷ നേതാവ് കൊടിവച്ച കാറും ലൈറ്റും ഔദ്യോഗിക വസതിയുമൊക്കെ പ്രതിപക്ഷ നേതാവിന് മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ 2 ടേം 10 കൊല്ലമായി കേരളം ഭരിച്ച മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകും. ഇതുവരെ പക്ഷേ അങ്ങനെയല്ലായിരുന്നു. 5 കൊല്ലം ഭരിക്കുന്ന സർക്കാർ പ്രതിപക്ഷത്തേക്ക് പോകുമ്പോൾ ആ സർക്കാരിനെ നയിച്ചിരുന്ന വ്യക്തി തന്നെയായിരുന്നു ഏതാണ്ടൊക്കെ പല തവണയും പ്രതിപക്ഷ നേതാക്കൾ. പക്ഷേ ഇവിടെ എല്ലാത്തിൽ നിന്നും വിഭിന്നമായി നമ്മുടെ പിണറായി വിജയൻ തീരുമാനമെടുത്തിരിക്കുന്നു, ഞാൻ പ്രതിപക്ഷ നേതാവാകാനില്ലെന്ന്. പകരം ആര് വരുമെന്നത് CPMനുള്ളിലെ കുഴക്കുന്ന ചോദ്യമാണ്. ഇപ്പോഴിതാ പിണറായിയുടെ 2ാം ഭരണം, തുടർ ഭരണം അത് സാധ്യമാകുമെന്ന് 5 വർഷം മുമ്പ് വ്യക്തമായി പ്രവചിച്ചൊരു വ്യക്തിയുണ്ട്, CP റാഷിദ്. റാഷിദിൻ്റെ പ്രവചനങ്ങൾ ഏതാണ്ടൊക്കെ കൃത്യമാകാറുണ്ട്. ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ കഴിഞ്ഞ തവണയും അങ്ങനെ അത് സംഭവിച്ചു. പിണറായി വിജയൻ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വീണ്ടും അധികാരത്തിൽ തുടർന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യയിലെ വിവിധ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കൃത്യതയാർന്ന പ്രവചനങ്ങളുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ CP റാഷിദ്. പല രാഷ്ട്രീയ ചർച്ചകൾക്കും റാഷിദിൻ്റെ വിലയിരുത്തലുകളാണ് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ഉപയോഗിക്കുന്നത്. റാഷിദിൻ്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം UDF ഇത്തവണ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തും. UDFന് 91 മുതൽ 102 വരെ സീറ്റുകളും 41.5% മുതൽ 45% വരെ വോട്ടും ലഭിക്കുമെന്നാണ് റാഷിദിൻ്റെ കണ്ടെത്തൽ. LDFന് 38 മുതൽ 48 വരെ സീറ്റിൽ ഒതുങ്ങേണ്ടി വരുമെന്നാണ് റാഷിദിൻ്റെ അടുത്ത പ്രവചനം. LDFിൻ്റെ വോട്ട് ശതമാനം 36 മുതൽ 39 വരെയാകും. NDAക്ക് 1 സീറ്റ് കിട്ടിയേക്കാം, അത് 1 മുതൽ 3 സീറ്റുകൾ വരെ ആയേക്കാം. മിക്കവാറും അത് നേമം, മഞ്ചേശ്വരം, പാലക്കാട് ഇത് 3ആകാം. 14 മുതൽ 17 വരെ വോട്ട് ശതമാനം ഇത്തവണ NDAക്ക് ലഭിക്കുമെന്നാണ് റാഷിദിൻ്റെ പ്രവചനം. എന്തായാലും 2020 ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചത് റാഷിദാണ്. അവിടെ BJPക്ക് വൻ തകർച്ചയെന്ന് പ്രവചിച്ചതും റാഷിദ് തന്നെയാണ്. ഫലം വന്നപ്പോൾ ആം ആദ്മി പാർട്ടി 62 സീറ്റും BJP 8 സീറ്റ് നേടി. റാഷിദ് പറഞ്ഞത് എത്രയായിരുന്നു? ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ 62 മുതൽ 65 വരെ സീറ്റുകളും BJPക്ക് 5 മുതൽ 8 വരെയെന്നും. 2021 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDFന് 96 മുതൽ 104 വരെ സീറ്റുകളും UDFന് 35 മുതൽ 43 വരെ സീറ്റുകൾ ലഭിക്കുമെന്നും റാഷിദ് പ്രവചിച്ചു. ഫലം വന്നപ്പോൾ LDFന് 99, UDFന് 41. ഇതാണ് റാഷിദിൻ്റെ വിശ്വാസ്യതയ്ക്കുള്ള അടിത്തറ. 2023 പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലാണ് റാഷിദ് വീണ്ടും ശ്രദ്ധ നേടിയത്. UDFന് 57% മുതൽ 62.5% വരെ വോട്ടും LDFന് 31% മുതൽ 36% വരെ വോട്ടും ലഭിക്കുമെന്നായിരുന്നു റാഷിദിൻ്റെ അടുത്ത പ്രവചനം. ചാണ്ടിയുമ്മൻ 31,500 മുതൽ 39,000 വോട്ട് വരെ നേടി വിജയിക്കുമെന്നും റാഷിദ് അന്ന് തുറന്നു പറഞ്ഞിരുന്നു. ഫലം വന്നപ്പോൾ ചാണ്ടിയുമ്മൻ 61.38% വോട്ടും 37,719 വോട്ടിൻ്റെ ഭൂരിപക്ഷവും നേടിയിരുന്നു. അങ്ങനെ വളരെ അതിശയിപ്പിക്കുന്നതായിരുന്നു റാഷിദിൻ്റെ കണക്കുകൾ. പരമ്പരാഗത പ്രീപോൾ സർവേകളെയും എക്സിറ്റ് പോളുകളെയും അപേക്ഷിച്ച് റാഷിദിൻ്റെ സമീപനം വ്യത്യസ്തമാണ്. സമൂഹ മാധ്യമ റിപ്പോർട്ടുകൾ, ട്രെൻഡുകൾ, പ്രാദേശിക രാഷ്ട്രീയ ഘടകങ്ങൾ, സ്ഥാനാർത്ഥികളുടെ വ്യക്തിഗത സ്വാധീനം, വോട്ടർ മനോഭാവം ഇതൊക്കെ സമന്വയിപ്പിച്ചാണ് റാഷിദിൻ്റെ പ്രവചനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത്. വലിയ ഡാറ്റ സൈറ്റുകളെക്കാൾ ഗ്രൗണ്ട് റിയാലിറ്റിക്കാണ് റാഷിദ് മുൻതൂക്കം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ പ്രവചനത്തിന് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത്. റാഷിദിൻ്റെ പ്രവചനം ഇത്തവണയും ശരിയെന്ന് തെളിഞ്ഞാൽ കേരളത്തിൽ രാഷ്ട്രീയ അധികാര കൈമാറ്റം ഉണ്ടാകും. LDFന് പിന്നാലെ UDF ഒരു തിരിച്ചുവരവ് നടത്തും. അതേസമയം NDAയുടെ വോട്ട് ശതമാനത്തിൽ ഉയർച്ച ഉണ്ടാകുമെന്ന
റാഷിദിൻ്റെ പ്രവചനവും ശ്രദ്ധേയമാണ്. സീറ്റ് കുറഞ്ഞാലും വോട്ട് ശതമാനത്തിൽ വർധനവ് ഭാവിയിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് അടിത്തറയാകും. മുഖ്യമന്ത്രിയുടെ വ്യക്തിഗത ജനപ്രീതിയിൽ കനത്ത ഇടിവുണ്ടായിരുന്നതും ഒക്കെ റാഷിദിൻ്റെ പ്രവചനത്തിൻ്റെ സ്റ്റഡി മെറ്റീരിയലാണ്. CPM-ന് ശക്തമായൊരു നേതൃത്വത്തിൻ്റെ കുറവുണ്ട്. ഇപ്പോഴും പിന്തുണ കുറഞ്ഞു വരുന്നു. ഈ ഘടകങ്ങൾ എല്ലാം കൂടി ഇടത് രാഷ്ട്രീയത്തിന് മുന്നിൽ പുതിയ വെല്ലുവിളികൾ ഉയർത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് 2026 കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെയാണ് റാഷിദിൻ്റെ പ്രവചനത്തിന് പ്രസക്തി ഏറുന്നതും. LDF അല്ല, UDF തന്നെയാകും റാഷിദ് പറയുന്നത് പ്രകാരം ഇത്തവണ അധികാരത്തിലേക്ക് എത്തുക.